എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് തന്നെ നാടൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മൾ കഴിച്ചിട്ടുള്ളവരായിരിക്കാം. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുള്ള ഒരു രുചിയിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ദോശ എന്തിൻ്റെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ വെറും 3 വെണ്ടയ്ക്ക മാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക നമ്മൾ അത്യാവശ്യം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളും ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന ഉരുളൻകിഴങ്ങ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ ഒരു വെണ്ടയ്ക്കയുടെ ഉപ്പിൻ്റെ മഞ്ഞൾപ്പൊടിയുടെയും കൂട്ടത്തിൽ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലൊന്ന് പിടിക്കാനും വേണ്ടി. അന്നേരം ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി നല്ലപോലെ പഴുത്ത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അന്നേരം മൺചട്ടി അടപ്പ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിയിട്ട് ആ ഒരു സ്കിന്നൊന്ന് വാടി കിട്ടുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അതിന് പച്ചക്കറികളൊക്കെ ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് വെണ്ടയ്ക്കൊന്നും അത്ര കണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കും. അന്നേരം ഈ ഒരു പരുവമാകുമ്പോഴത്തേനും നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ മാറ്റി പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിരുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അന്നേരം പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടൊക്കെ വെക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അന്നേരം ഇതും കൂടെ ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യവുമില്ല, എന്നാൽ ഒരുപാടങ്ങ് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഇത് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേന് ഇതും നമുക്കിതുപോലെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എണ്ണ വേണം തോന്നുകയാണെങ്കിൽ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരം ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ വെണ്ടയ്ക്കും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്ര എണ്ണയിൽ ബാക്കിയുള്ള ചേരുവകളൂടി നമ്മൾ വഴറ്റിയെടുക്കണം. ഒരു തേങ്ങാക്കൊത്താണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു കറിക്ക് തേങ്ങാക്കൊത്തൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം തേങ്ങാക്കൊത്ത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു പച്ച രുചി മാറിക്കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിക്ക് വേണ്ടി പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ചുവന്നുള്ളി ചേർക്കുമ്പം അതിനൊരു പ്രത്യേക രുചിയാണ്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം അരമുറിയോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് 1-2 സവാള അല്ലെങ്കിൽ വളരെ കുറച്ച് മതിയെങ്കിൽ അരമുറി സവാള മീഡിയം സൈസ് വരുന്ന ആ രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചേക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം സവാളയും ചുവന്നുള്ളിയും സമാസമം വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാനും വേണ്ടി. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ച രുചി മാറിയതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്ന് വഴണ്ടി കിട്ടാനും വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ആ ഒരു കറിയേക്കാട്ടിൽ ടേസ്റ്റ് എപ്പോഴും കൂടുതൽ തോന്നിയിട്ടുള്ളത് അവസാനം ഉപ്പ് ചേർക്കുമ്പോഴാണ്. ഇതിങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പം നല്ലപോലെ വഴണ്ടി കിട്ടും. അന്നേരം ഇടയ്ക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം കല്ലുപ്പ് ചേർക്കുന്ന ഏതൊരു കറിക്കും ഒരു പ്രത്യേക രുചി തന്നെയാണ്. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പം അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പുളിക്ക് വേണ്ടി മാങ്ങ ചേർക്കാം, പുളി ചേർക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കണം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. അതുകൊണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇതൊന്നും കൂടെ നമുക്ക് നോക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മളൊരു കറികളൊക്കെ ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഇതിലുണ്ടാക്കുന്ന അരപ്പിനൊരു
ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മുളക് പൊടി, നല്ല എരിയുള്ളതും നല്ല കളറുള്ളതുമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവയെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കുക. പൊടികളുടെ ഒരു പച്ച രുചി ഒന്ന് മാറി വരട്ടെ. ചെറിയ തീയിൽ മാത്രം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അളവിൽ മാത്രം തേങ്ങ ചിരകിയത്. ഒരുപാട് തേങ്ങയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ 1-2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയിൽ നിന്ന് 1 സ്പൂൺ അളവിൽ അരിയും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ഈ ഒരു അരിയും കൂടി നല്ല പോലെ വറന്ന് കിട്ടണം. അരിയൊക്കെ വറന്ന് വരുമ്പോൾ നല്ലൊരു മണവും അതും ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ടൊക്കെ വരില്ലേ, ആ ഒരു സമയം വരെ നമ്മളിതുപോലെ ചെറിയ തീയിലിട്ട് ഒട്ടും തന്നെ കരിയാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാറിൽ ഒന്ന് അടിച്ചിട്ട് വറക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചുവന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു 3-4 ഇട്ടിട്ടുണ്ട്. നമ്മൾ വളരെ ചെറിയ ചേരുവകൾ മാത്രമാണ് ചേർക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ചെറിയ തീയിലിട്ട് ഇവയെല്ലാം നല്ല പോലെ ഒന്ന് വറന്ന് വരട്ടെ. അതുകൊണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 1/2 സ്പൂൺ അളവിൽ മാത്രം മുളക് പൊടി, നല്ല എരിയുള്ളതും നല്ല കളറുള്ളതുമായിട്ടുള്ള മുളക് പൊടി, അതേ സമയം തന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ മസാലയിൽ നമ്മളിതിൻ്റെ പകുതിയോളം തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് മാത്രമേ ഈ ഒരു അരപ്പിലേക്കും നമ്മൾ മുളക് പൊടി അതിൻ്റെ മല്ലിപ്പൊടി അതിന് ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് മാത്രം ആ ഒരു ചൂടിൽ ആ ഒരു പൊടികളുടെ പച്ചരുചി മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുത്താൽ മതി. ഉലുവാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ഒരുപാടായി കഴിഞ്ഞാൽ കൈപ്പരസമായിപ്പോൾ കുറച്ച് മാത്രം ചേർക്കുക. പിന്നെ പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ചൂട് നല്ലപോലെ മാറിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറിൽ നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കാം. അതായത് ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. നമ്മൾ നേരത്തെ വഴറ്റി പൊടികളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയിലോട്ട് ഒരു ചെറിയ കഷ്ണം കായം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയായിട്ടാണ് ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. അത് അവസാനം ചേർത്താൽ മതി പൊടിയായി ചേർക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കട്ടക്കായോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പിഴുപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞതിൻ്റെ ആ ഒരു നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം നമ്മൾ ഈ പിഴുപുളിയോ കുടംപുളിയൊക്കെ ചേർക്കാവുന്നതാണ്. തക്കാളിയുടെ ആ ഒരു പുളി മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുഞ്ഞു സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. അന്നേരം അത്യാവശ്യം നല്ല എരിയുള്ളൊരു കറി തന്നെയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക് അവസാനം മാത്രമേ ചേർക്കുള്ളൂ, കാരണം അതിന് ഒരുപാട് വേവുള്ളൊരു കാര്യമല്ലല്ലോ, വെന്തുടഞ്ഞു പോകും. അന്നേരം ഇതെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക, എരിയും അതുപോലെ തന്നെ. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് ആ ഒരു പുളിവെള്ളം നല്ലപോലെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. ആ ഒരു പുളിവെള്ളമൊക്കെ നല്ലപോലെ വറ്റി ആ ഒരു എണ്ണയൊക്കെ കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു അരപ്പാണ് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ അരിയും ചുമന്നുള്ളിയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്ന ആ ഒരു അരപ്പ് മിക്സിയുടെ കുഞ്ഞു ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു അരപ്പ് ചേർക്കാണ്ട് തന്നെ ഇത് ആ ഒരു മസാല രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വെണ്ടയ്ക്കയോടെ ചേർത്തിട്ട് അരപ്പും കൂടെ ചേർക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല അപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിലാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അതിനും ഇതിലേക്ക് നമ്മൾ അരിയും കൂടെ ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ലൊരു വേറിട്ട രുചി തന്നെയാണ്. അതായത് നമ്മൾ ആ ഒരു അരപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല ഉപ്പും നല്ല എരിയും പുളിയൊക്കെ നല്ല മുന്നിൽ നിൽക്കുന്ന നല്ലൊരു കിടിലൻ കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു കറി നമ്മൾ വെക്കുകയാണെങ്കിൽ 2-3 ദിവസത്തേന് നല്ലതായിട്ടിരിക്കുകയും ചെയ്യും, കേടാവത്തേയില്ല.
അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്നൊരു കിടിലൻ കറിയാണ്. എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതിൽ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പും എരിയും പുളിയും എല്ലാം കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഞാൻ അന്നേരം ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ അവസാനം കാണിക്കും ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ട് ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ചൂട് ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും കപ്പയുടെ കൂട്ടത്തിലാണെങ്കിലും അപ്പം ഇടിയപ്പം എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. അന്നേരം ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. അന്നേരം മീനും ഇറച്ചിയെക്കാട്ടിലൊക്കെ കുറച്ചും കൂടെയൊക്കെ ടേസ്റ്റായിട്ട് വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ആ ഒരു പേരിന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ചാറിന് പോലും എന്താ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.